ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നീനൂസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു കരിമീൻ കിഴിയാണ്. ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഐറ്റമാണ്, അതുകൊണ്ട് തന്നെ ആരും സ്കിപ്പ് ചെയ്യാതെ മൊത്തത്തിൽ കാണുക. അതിനുവേണ്ടി ആദ്യം കരിമീൻ നന്നായി വെട്ടി വൃത്തിയാക്കി എടുക്കുക. നമുക്കിനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ആവശ്യമുണ്ട്. കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ കുറച്ച് നാരങ്ങാനീരും, പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കുക. നമുക്കിനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഇച്ചിരി ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 2ാം പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി ഇതെല്ലാം മീനിലും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. കുറച്ച് നേരം നമുക്കിനി ഇത് അടച്ചു വെച്ച് മാറ്റി വെക്കാം. നമുക്കിനി ഇതിലേക്കുള്ള മിക്സ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും, കുറച്ച് പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, പിന്നെ ബാക്കി സവോളയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോള നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് പെരുംജീരകം പൊടിച്ചത്, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി ഈ മസാലയുടെയൊക്കെ നന്നായിട്ട് പച്ചമണം മാറുന്നവരെ വഴറ്റണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ നന്നായി വേകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. തക്കാളി നന്നായി വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 2ാം പാലാണിത്. 2ാം പാൽ ചേർത്ത് നന്നായിട്ട് ഒന്ന് അടച്ച് വെച്ച് തിളപ്പിക്കണം. ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കിനി ഇതിലേക്ക് തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കാം. 1ാം പാൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് തിളപ്പിക്കാൻ പാടില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മാറ്റി വെക്കാം. നമുക്കിനി വേറൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ആ മാറ്റി വെച്ചിരിക്കുന്ന മീനൊക്കെ വറുത്തെടുക്കാം. ആ മീൻ വറുക്കുമ്പോൾ ആ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും നമ്മുടെ മീൻ. ഇപ്പം ഞാൻ എല്ലാ മീനും നന്നായിട്ട് വറുത്തെടുക്കുന്നുണ്ട്. തിരിച്ച് മറിച്ച് ഇട്ട് 2 സൈഡും ഒരുപോലെ വറുത്തെടുക്കണം. ഒരുപാട് വറുത്തെടുക്കാൻ പാടില്ല, ഒരുപാട് മൊരിയാൻ പാടില്ല. ഒരു 3/4% മൊരിഞ്ഞാൽ മതി. എന്നിട്ട് ഇപ്പം ഞാൻ എല്ലാ മീനും വറുത്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിലെ കിഴി കെട്ടാനുള്ള വാഴയില വാട്ടിയെടുക്കാം. വാഴയില വാട്ടുമ്പോഴും കുറഞ്ഞ തീയിൽ മാത്രമേ വാട്ടിയെടുക്കാവുള്ളൂ. വാട്ടിയ വാഴയിലേക്ക് നമുക്ക് കിഴി കെട്ടാൻ വേണ്ടിയിട്ട് ഒരു പൊറോട്ട വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗ്രേവി ഒഴിച്ച് ഗ്രേവി നന്നായിട്ട് പരത്തി കൊടുക്കണം. ഇനി അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒരു മീൻ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ഗ്രേവി ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു പൊറോട്ടയും കൂടെ വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് കിഴി പോലെ കെട്ടിക്കൊടുക്കാം. കിഴി പോലെ അല്ലെങ്കിൽ ഒരു പൊതി പോലെ ആണെങ്കിലും കെട്ടിയെടുത്താൽ മതി. നന്നായിട്ടൊന്ന് കവർ ചെയ്യണമെന്ന് മാത്രം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എങ്ങനെ കെട്ടണമെന്ന്. ഞാൻ ഇപ്പോൾ കിഴിയെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മൊരിയിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ കിഴി ഒന്ന് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു ഏറ്റവും കുറഞ്ഞ തീയിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാവുള്ളൂ. ഞാനിപ്പോൾ കിഴിയെല്ലാം ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു സ്റ്റീമറിൽ കുറച്ച് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ കിഴിയെല്ലാം ഇറക്കി വെക്കുക. ഇങ്ങനെ സ്റ്റീം ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ കിഴിയൊക്കെ നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ കിഴിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം നല്ല പൊറോട്ടയൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും. നല്ല ഗ്രേവിയിലൊക്കെ നന്നായിട്ട് മുങ്ങിയിരിക്കുകയായിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, ആ ഗ്രേവി എല്ലാം പൊറോട്ടയിലൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാൽ മാത്രമേ ഞാൻ ഇങ്ങനെ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇനിയും കാണാൻ പറ്റത്തുള്ളൂ. ഇതൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം.